സോറി 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 സോറി. കിറ്റി, കണ്ടോ ഞാൻ എത്ര വേഗമായിട്ട് ആടുന്നെന്ന്. ഒന്നും പറ്റിയില്ല, ഒന്നുമില്ല, ഞാൻ സ്ട്രോങ്ങാ, ഒന്നും സംഭവിക്കില്ല. മീനമാസത്തിലെ ചൂട് ജീവിതം തന്നെ അസ്വസ്ഥമാക്കി. ആരിവരെ ഈ അവസ്ഥയിലാക്കി? കൈയടിക്ക്. ഇവര് തമ്മിൽ കളിച്ച് കളിച്ച് അവസാനം ഈ അവസ്ഥയിലായി. ആകാശത്തിൽ പറക്കുന്ന പറവകൾ സ്വതന്ത്രരാണ്, ഇവർക്കെന്തോ മാരക പ്രശ്നമാണ്. കൈയടിക്ക്. ബോധം ഇതുവരെ വന്നില്ലേ? എങ്കിൽ ഞാൻ അടുത്ത കവിത പാടാം. ശരി, നിങ്ങൾ എഴുന്നേറ്റത് കൊണ്ട് ഞാൻ അവിടെ പോയിരിക്കാം. നിങ്ങൾ ഇവിടെ തന്നെ കളിക്ക്. പേപ്പറിലെ പുതിയ വാർത്ത വായിക്കണം സാർ. എന്നാ എല്ലാരും കേട്ടോ, ഇന്ന് ചന്ദ്രനിലേക്ക് ഒരു ഡോഗ് പോയിരിക്കുകയാണ്. കൊച്ചിയിൽ കൊതുകുകളുടെ ശല്യം കൂടി, ഉരുളക്കിഴങ്ങിന്റെ വില കൂടി. ഇനി പൊറോട്ട എങ്ങനെ കഴിക്കും എന്റെ ദൈവമേ? എന്റെ മൂടാകെ പോയിരിക്കുക. ഉരുളക്കിഴങ്ങിന്റെ വില കൂടിയല്ലേ? എന്തായാലും രക്ഷപ്പെട്ടു. ഇനി വൃത്തികെട്ട ഉരുളക്കിഴങ്ങ് കറി കഴിക്കണ്ടല്ലോ. കാട്ടിൽ സിംഹത്തെ കണ്ടാൽ എല്ലാ മൃഗവും പേടിക്കും. ഹണി, നിന്നെ ഞാൻ തീർച്ചയായിട്ടും ഇവിടുന്ന് തല്ലി ഓടിക്കും. കൈയടിക്ക. എന്റെ മൂഡ് മൊത്തം നശിച്ചു. ഞാൻ പോവുകയാണേ. ഫുഡ് കോമ്പറ്റീഷൻ എൻട്രി ഫ്രീ 500 രൂപ പെർ ഹെഡ്. ഈ കാശ് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉള്ളതാണ്. മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് 21,000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടും. അല്ല, ഈ കോമ്പറ്റീഷനിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റുമോ ബനി? ആ പറ്റും. കഴിക്കുന്ന മത്സരമായോണ്ട് നമ്മളെ ജയിക്കാൻ ആരും ഉണ്ടാവില്ല. നല്ല രസമായിരിക്കും. ആ പാവങ്ങളെ സഹായിച്ചതുപോലെയും ആവും. പക്ഷെ നമ്മുടെ കയ്യിൽ എൻട്രി ഫീസിനുള്ള കാശ് ഇല്ലല്ലോ. ആ നമുക്ക് വീട്ടിൽ പോയി കാശിനുള്ള ഏർപ്പാടുണ്ടാക്കാം. വാ. എന്റെ അമ്മോ, ആലോചിച്ച് എന്റെ മണ്ട മുഴുവൻ പുണ്ണായി പോയി. ഒരു ഐഡിയയും തലയിൽ വരുന്നില്ലല്ലോ. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? നോക്ക്, നിന്റെ തലയ്ക്കകത്തുള്ള അല്പ ബുദ്ധി കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ബ്രോ, എന്റെ തലക്കകത്ത് ഒരു ഐഡിയ തോന്നിരിക്കുക. പറയ്, പെട്ടെന്ന് പറയ്. കുറച്ച് ഐഡിയ പറയാൻ പറ്റൂ. ഇതുവരെ മുഴുവനായിട്ട് എന്റെ തലക്കകത്ത് വന്നിട്ടില്ല. കിട്ടിപ്പോയി. കോമ്പറ്റീഷനുള്ള പൈസ കിട്ടിപ്പോയി. വാവ്, ജോർദാറിന്റെ സേവിങ്സ്. ഇതിന്റെ അകത്തു നിന്നും നമുക്ക് കോമ്പറ്റീഷൻ ആവശ്യമുള്ള പൈസ എടുക്കാം. സംശയമുണ്ടോ? ഇത് തെറ്റാണ്. ഇത് പാവങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച കാശാണ്. എടാ സോർദാറെ, ഞങ്ങളും പാവങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബ്രോ, നമുക്ക് ഈ പൈസ വെച്ച് ഫുഡ് കോമ്പറ്റീഷനിൽ എൻട്രി ആവാം. പിന്നെ ആ പ്രൈസ് മണി കിട്ടിയ ഉടനെ അത് പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ നിന്റെ പൈസ ഉണ്ടല്ലോ, അത് ഇതിൽ തന്നെ ഇട്ട് വെക്കാം. അതെ, ആലോചിച്ച് നോക്ക്. പാവപ്പെട്ട കുട്ടികൾക്ക് 2000 കൊടുക്കുന്നത് വലുതാണോ അതോ 21,000 കൊടുക്കുന്നതോ? 21,000. എൻട്രി വിൻഡോ എവിടെയാണ്? എൻട്രി വിൻഡോ കണ്ടുപിടിച്ചു. ദാ അവിടെയാണ്. ഇത്രയും വലിയ ലൈനോ? ഈ ലൈനിൽ നിന്നാലേ നമ്മൾ അപ്പൂപ്പന്മാരായി പോവും. നമുക്ക് ഇപ്പൊ തന്നെ എൻട്രി ചെയ്ത് ഇപ്പൊ തന്നെ ജയിക്കണം. താമസിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും തോൽക്കും. വാ തുറന്ന ജീവിതത്തിൽ ഒരു നല്ല വാക്കെങ്കിലും പറയില്ലേ നീ? അതെ ചേട്ടാ, ഇവിടെ ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നത്? ഇല്ല, കുട്ടികൾക്ക് പോളിയോടെ മരുന്ന് കൊടുക്കുക. ഇത്രയും വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് നിനക്ക് എന്താ കണ്ടുകൂടെടാ? രാവിലെ മുതൽ ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് ഞാനൊരു വഴിയായി. വേഗം പൈസ എടുക്ക. ആ ശരി, എന്നാ പിടിച്ചോ.
നമുക്ക് ഓരോരുത്തരായിട്ട് പോവാം. ജോർദാർ ആദ്യം നീ പോ. ആ ശരി ശരി. ആഹാ. ആഹാ. ഓ അത് ശരി, നീയായിരുന്നല്ലേ. നോക്ക്, നമ്മൾ രണ്ടുപേരും കൂട്ടുകാരായിരിക്കാം, പക്ഷെ മത്സരത്തിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, മനസ്സിലായോ? നീ പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നലെ തോൽപ്പിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഈ മത്സരത്തിന് 3 റൗണ്ട് ഉണ്ടായിരിക്കും. ആദ്യത്തെയും രണ്ടാമത്തെയും റൗണ്ട് വിന്നേഴ്സിന് കൊടുക്കുന്നത് 5000 രൂപ ഈച്ച്. എന്നാൽ ഫൈനൽ റൗണ്ടിന്റെ വിന്നറിന് കിട്ടാൻ പോകുന്നത് 21,000 രൂപയാണ്. ഈ മത്സരം വാൾനട്ട് പൊട്ടിച്ച് കഴിക്കാനുള്ളതാണ്. ആരാണോ ഏറ്റവും കൂടുതൽ വാൾനട്ട് പൊട്ടിച്ച് കഴിക്കുന്നത് അവരായിരിക്കും വിന്നർ. യെസ്, സ്റ്റാർട്ട്. എടാ വേഗം ഒന്ന് കഴിക്കുക, അല്ലെങ്കിൽ നീ തോറ്റുപോകും. ഈ കോമ്പറ്റീഷന്റെ വിന്നറാണ് എലിക്കുട്ടൻ. തുടക്കം തന്നെ ഇങ്ങനെ തോറ്റുപോയാ പിന്നെ കോമ്പറ്റീഷൻ നമ്മൾ എങ്ങനെ ജയിക്കും? ഡോൺ വറി, പാല് കുടിക്കുന്ന കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതിൽ ജയിക്കും. കമോൺ. തീർന്നു. നമ്മൾ ജയിക്കാന്ന് വിചാരിച്ച കോമ്പറ്റീഷനിലെ നമ്മൾ തീർച്ചയായിട്ടും തോൽക്കും. അവന്റെ തടി കണ്ടോ? അവന്റെ വയറ് നമ്മുടെ വയറിനെക്കാട്ടും വലുതാ. എടാ, അവനുമായിട്ട് നമ്മളെന്താ ഗുസ്തി കൂടാൻ പോവാണോ? ബി പോസിറ്റീവ്. അവനെ നമ്മൾ ജയിക്കും. അത് ശരി. അപ്പൊ ഓസിൽ പാല് കുടിക്കാൻ വേണ്ടി എല്ലാരും കൂടെ ഇവിടെ വന്നിരിക്കല്ലേ? എടാ, 500 രൂപ ഫീസ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, മനസ്സിലായോ? ഓ 200 രൂപയ്ക്ക് വേണ്ടി ഭിക്ഷ എടുക്കുന്ന നിങ്ങളാണോ 500 കൊടുത്ത് ഇവിടെ വന്നത്? കൊച്ചളിയാ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് അടിച്ചവന്റെ പല്ല് ഞാൻ കൊഴിക്കും. ഇല്ല, ഞാൻ പല്ല് കൊഴിക്കില്ല. പല്ല് കൊഴിഞ്ഞു പോയാ പിന്നെ ഇവൻ എങ്ങനെ പാല് കുടിക്കാൻ പറ്റും? ഈ മത്സരത്തിന് ആരാണോ ഏറ്റവും കൂടുതൽ പാല് കുടിച്ച് തീർക്കുന്നത് അവരായിരിക്കും വിന്നർ. സ്റ്റാർട്ട്. കൊച്ചളിയാ, മധുരം ഒരുപാട് കുറവാ. ഈ കോമ്പറ്റീഷന്റെ വിന്നറാണ് സണ്ണി. വിജയം വിജയം എന്നും വിജയം. എന്റെ വിജയം തടഞ്ഞു നിർത്താൻ ആരുമില്ലേ? എന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഒന്ന് വരൂ. പോപ്പട്ട്, നീ എങ്ങനെയെങ്കിലും വിജയിച്ചേ മതിയാകൂ. അതെ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നമ്മൾ ഒരു സഹായവും ചെയ്യാൻ പറ്റാതാവും. നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ? സംശയട്ടോ, നിലക്കടല കഴിക്കുന്ന കോമ്പറ്റീഷനിൽ എന്നെ ജയിക്കാൻ ആരും തന്നെ ഇല്ല. എന്താടാ പോപ്പട്ടെ, നീ ഞാനും തമ്മിലാണോ മത്സരം നടക്കാൻ പോകുന്നേ? കൂട്ടുകാർ തമ്മിൽ മത്സരമോ? നീ എന്തായാലും തോക്കാൻ പോവുക. ഓ, എടാ, നീ പഴയതൊക്കെ മറന്നുപോയോ? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നടന്ന മത്സരത്തിൽ നീ തോറ്റു തൊപ്പിയിട്ട് ഓടിപ്പോയത് മറന്നുപോയോ? ഓ, ഇതാണ് ഫൈനലും അവസാനത്തെ റൗണ്ടും. ഇത് ജയിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത് 21,000 രൂപ. ഇന്ന് കോമ്പറ്റീഷനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്നത്തെ കോമ്പറ്റീഷനിൽ എല്ലാരും തത്തമാരായതുകൊണ്ട് ഇന്ന് കഴിക്കാൻ പോകുന്നത് ഗോൾ കപ്പയല്ല, മുളകാണ്. മുളകോ? മുളക് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. സംശയട്ടോ? നീ എന്തായി ചെയ്യുന്നേ? കഴിക്കടാ, നീയാണ് അവസാനത്തെ പ്രതീക്ഷ. കഴിക്കേ. പാവപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് നോക്ക്. നമ്മളിപ്പോ ഈ മത്സരത്തിൽ തോൽക്കുമല്ലേ? തോൽക്കില്ല, ഇവൻ നമ്മളെ ജയിപ്പിക്കും. നിങ്ങളെ ഞാൻ ജയിപ്പിക്കും, പക്ഷെ എന്നെ ആര് രക്ഷിക്കും? സംശയട്ടോ? എടാ, തത്തയായിരുന്നിട്ട് പച്ചമുളക് കഴിക്കില്ല. നീ എന്തിനാ മറ്റുള്ള തത്തകളുടെ പേര് ഇവിടെ നശിപ്പിക്കുന്നേ? ഓ, സ്റ്റാർട്ട്. എടാ, ഞാൻ ഇപ്പോഴും മത്സരത്തിലുണ്ട്. മുളക് കഴിക്കേ, എന്നിട്ട് പറ്റുമെങ്കിൽ എന്നെ ജയിക്കാൻ നോക്ക. സബാഷ് പൊപ്പട്ട്, കഴിക്കേ, മുളക് കഴിക്കേ.
നമ്മുടെ ഇന്നത്തെ വിന്നറാണ് പോപ്പാൻ. എന്തായാലും കലക്കി കൂട്ടുകാരൻ ജയിച്ചു. ആട്ടെ പോപ്പട്ടെ എവിടെ? എന്താടാ ഇങ്ങനെ നോക്കുന്നത്? വയറ് കിടന്ന് കത്തുവാ. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. സംശയമുണ്ടോ? ആ, ഇഷ്, ആ. എന്റെ പൊന്നു പോപ്പട്ടെ, നീയാണ് അവസാനം ഞങ്ങളെ രക്ഷിച്ചത്. കലക്കി പോപ്പട്ടെ, നീ ഞങ്ങളുടെ മാനം കാത്തു. എനിക്ക് ചിലത് പറയാനുണ്ട്. അതിനെന്താ, പറഞ്ഞോളൂ സുഹൃത്തുക്കളെ. നമ്മുടെ പോപ്പട്ടിന് നിങ്ങളോട് ഒരു 2 വാക്ക് പറയാനുണ്ട്. 2 വാക്ക് എന്തായാലും മതിയാവൂല. പോപ്പട്ടിന് ഒരുപാട് സംസാരിക്കാനുണ്ട്. ആ, അതിനെന്താ, പറഞ്ഞോളൂ. ഇവിടെ സംസാരിക്കേണ്ട അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. കൂട്ടുകാരെ, ഞങ്ങൾ പാവങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. ഇതിൽ പങ്കെടുക്കാനുള്ള കാശിനായി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. ഇതിൽ കിട്ടുന്ന പൈസ മുഴുവൻ പാവങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുവാൻ കൊടുക്കുമെന്ന്. പാവപ്പെട്ട കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്തപ്പോ മനസ്സിനൊരു സമാധാനം തോന്നുന്നു. അതെ, അതിനൊക്കെ കാരണം പൊപ്പട്ടാണ്. എന്റെ കൂട്ടുകാരെ, കാശ് മുഴുവൻ ദാനമായിട്ട് കൊടുത്തില്ലേ? അതിൽ 100 രൂപയ്ക്ക് എനിക്ക് മുട്ടായി മേടിച്ചെന്നോടായിരുന്നു. വായിക്കകത്ത് അടുപ്പ് കൂട്ടിയത് പോലെ ഉണ്ട്. സംശയമുണ്ടോ? എനിക്ക് കുറച്ച് മധുരം വേണോടേ. മധുരം ഞാൻ ഉണ്ടാക്കി തരാം, അതും പാൻ കേക്ക്. മാഡം, കേട്ടപ്പോ തന്നെ മനസ്സിൽ സന്തോഷം തോന്നി. കേട്ടപ്പോൾ എന്റെ മനസ്സിലും സന്തോഷം തോന്നി. നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കിട്ടിയ പൈസ മുഴുവനും പാവപ്പെട്ട കുട്ടികൾക്ക് ദാനമായി കൊടുത്തല്ലോ. സബാഷ്! മറ്റുള്ളവരെ സഹായിക്കുന്നതിലും വലിയ പുണ്യം ഈ ലോകത്ത് മറ്റൊന്നുമില്ല. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ പഠിക്കണം. പാൻ കേക്ക് എപ്പ കിട്ടും?